ശരിക്കും പറഞ്ഞ കുറെ നാൾ അടക്കി വെച്ചതാ. ഇല്ലേടെ തിരിച്ചു തുടങ്ങി. ഞാൻ വന്നപ്പോഴും ചോദിച്ച ഒരു സംശയമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ആ സംശയം ഉണ്ടാവും. കോണ്ടന്റ് ചെയ്യാൻ മാത്രമേ മിണ്ടത്തുള്ളൂ, അല്ല നമ്മൾ ആവശ്യത്തിന് സംസാരിച്ചാൽ മതിയല്ലോ. ആവശ്യത്തിലേറെ സംസാരിക്കുന്ന ഒരാളുണ്ടല്ലോ, അതുകൊണ്ടാണ് അത് ബാലൻസ് ചെയ്യാൻ സംസാരിക്കണ്ടല്ലോ. കുറച്ച് ഇതായിട്ട് നിൽക്കാം. നിങ്ങളുടെ സംസാരം കേൾക്കാൻ വേണ്ടിട്ടാണ് ആ കൊച്ചിനോട് മിണ്ടായിരിക്കാൻ പറയാം. ലക്ഷ്മി സംസാരിക്കുന്ന കേക്കട്ടെ എന്നായിരിക്കും ചിലപ്പോൾ കമന്റ് വരുന്നത്. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. നന്നായി സംസാരിക്കണ്ടല്ലോ. ആണല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞു പറയുകയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഇത്രയും സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശ, ഇപ്പൊ ഇന്നസെന്റ് നമ്മൾ പറഞ്ഞ ഇന്നസെന്റ് സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്നതിലും തമാശയാണ്. അപ്പൊ ഇത് മിണ്ടാണ്ടിരുന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന ഈ കണ്ടന്റ് അച്ചടിച്ചിറക്കുന്നതാണെന്ന് പറയുന്നത്. റീക്രിയേറ്റഡ് ആണ്, ഇൻസ്പയർഡ് ആണ്. പിന്നെ എന്താ പറയാ, പിന്നെ നമ്മൾ തന്നെ ബ്രെയിൻ സ്റ്റോമിൽ ഉണ്ടാക്കുന്നതാണ് കണ്ടന്റ്സ്. പിന്നെ ജീവിതത്തിൽ പറ്റുന്ന അബദ്ധങ്ങൾ അതാണ് എനിക്ക് ചോദിക്കേണ്ടത്. കുറെയൊക്കെ നമ്മൾ കണ്ടന്റ് ആയിട്ട് ഇറക്കുന്നത്. ചേട്ടൻ ഫോൺ എടുക്കാതിരിക്കുമ്പോഴത്തേക്കും അതാണോ ആ ഇൻസ്പിറേഷൻ ആണോ? അങ്ങനത്തെ കുറെ എണ്ണം, കുറെയൊക്കെ ജീവിതത്തിൽ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആങ്കറിനെ കല്യാണം കഴിച്ചത് കൊണ്ടുള്ള 3 ഗുണങ്ങൾ, 3 പണികൾ എന്തൊക്കെയായിരിക്കും? 3 ഗുണം എനിക്ക് പറയാറില്ല, പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും നിർത്താതെ സംസാരിക്കും. അത് നമ്മൾ എപ്പോഴും കേൾക്കാൻ നമുക്ക് പറ്റും. അതേപോലെ തന്നെ ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് കിട്ടി തരില്ല, മൂപ്പനെ സംസാരിച്ചോണ്ടിരിക്കും. തിരിച്ച് ഒരു കോണ്ടന്റ് ക്രിയേറ്ററിനെ കല്യാണം കഴിച്ചപ്പോൾ 3 പണികൾ, 3 ഗുണങ്ങൾ. ഞാൻ കിട്ടുമ്പോ കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നില്ലല്ലേ, പിന്നെയല്ലേ കോണ്ടന്റ് ക്രിയേറ്റർ ആയത്. അപ്പം ശരിക്കും പറഞ്ഞാല് അതാ ഞാൻ പറഞ്ഞേ. പക്ഷെ എന്താ വെച്ചാ ഈ കൺവിക്ഷൻ ഭയങ്കര സംഭവമാണ്. കാരണം വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തൊട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ജനം എന്ത് ചിന്തിക്കും എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം. എന്താ പറഞ്ഞാൽ ഹേറ്റേഴ്സ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ. ഈ ഒരു മുൻവിധി നമുക്ക് പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ട്. അത് നല്ലതാണ്, കാരണം നമുക്ക് ഭയങ്കര പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. ചില കാര്യങ്ങൾ അബദ്ധം പറയാതിരിക്കുക എന്നൊക്കെ പറയുന്ന കാര്യത്തിലൊക്കെ പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. പക്ഷേ ലക്ഷ്മിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, യൂട്യൂബിന് ഈ ഒരു പോപ്പുലാരിറ്റി ഒക്കെ വരുന്നതിന് എത്രയോ നാൾ മുമ്പ് ലക്ഷ്മി യൂട്യൂബ് വീഡിയോസും വ്ളോഗ്സും ചെയ്തു തുടങ്ങി. അപ്പൊ ആ സമയത്ത് ഇതിന്റെ കമന്റ് എന്ത് വരും എന്ന് പറയുന്നതിന്റെ ഒരു അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ, അല്ല ഇപ്പൊ ആ കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഷി വുഡന്റ് ഹാവ് ബീൻ ഏബിൾ ടു ക്രിയേറ്റ് ഇറ്റ്. ആ കോൺഷ്യസ്നെസ് ഉണ്ടാവുന്നതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ പിന്നീടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ആ മുൻവിധികളില്ലാതെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഇങ്ങനെ തന്നെയാണോ വീട്ടില്? എന്ന് വെച്ചാൽ എന്റെ അടുത്ത് സംസാരിക്കും, ബാക്കിയുള്ളത് സംസാരിക്കും. ഇങ്ങനെ കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാന്നല്ലേ? ആരാ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതിങ്ങനെ ചെയ്യാ അങ്ങനെ ചെയ്യാന്ന്? രാവിലെ എണീക്കുമ്പോ എന്തെങ്കിലും സാധനമൊക്കെ എടുത്ത് വെച്ച് പറഞ്ഞു പറയുന്നേ. അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് ഉറക്കത്തിൽ നിന്ന് വന്നിട്ടുണ്ടാവുള്ളൂ. ഞാനപ്പം ഏതെങ്കിലും ഒരു മറ്റേ നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും കാണാം, എന്തെങ്കിലും കാണാന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കണം. എന്നാ നമുക്കിത് ചെയ്യാം എന്ന് പറയും. ഞാൻ പറയും ഇതൊന്നും ഹിറ്റാവില്ല. അത് നോക്കുമ്പോ അടുത്ത 3 മില്യൺ വ്യൂ അടിച്ചിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇത് ഹിറ്റാവില്ലെന്ന് പറഞ്ഞാൽ മിക്കവാറും ഹിറ്റാവില്ലെന്ന് പറഞ്ഞ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ജഡ്ജ്മെന്റ് ഇല്ല എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം.